അങ്ങനെ തെരഞ്ഞെടുപ്പ് മണ്ഡല പര്യടനങ്ങളെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രി തലസ്ഥാന ജില്ലയിലേക്ക് എത്തുന്നു. ആറ്റിങ്ങലിലാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം. തെരഞ്ഞെടുപ്പ് യോഗം ഇന്ന് ഉള്ളത്. ഏത് രീതിയിലാണ് ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? വലിയൊരു മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം. ഏറെ പ്രതീക്ഷയുണ്ട് ഇടതു മുന്നണിക്ക്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. നേരത്തെ തന്നെ പ്രചാരണ രംഗത്ത് ഒരു മേൽക്കോയ്മ നേടാനായി എന്നുള്ളതും LDFിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി കൂടി ഒരു സ്റ്റാർ ക്യാമ്പയിനർ കൂടി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലാണ് ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം? തീർച്ചയായും വിനിഷ, ഏതായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ മണ്ഡലം പര്യടനത്തെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി മണ്ഡലം പര്യടനം ആരംഭിച്ചത് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നായിരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തുടങ്ങിയാണ് മണ്ഡല പര്യടനം വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നിപ്പോൾ ഇന്ന് ആറ്റിങ്ങലിലേക്ക് എത്തുന്നത്. ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ വലിയൊരു ആവേശം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊതുപര്യടനത്തിന് ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം മുഖ്യമന്ത്രി എത്തുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു പ്രചരണ രംഗം ആകെ കൊഴുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഓരോ മണ്ഡലത്തിനെ കുറിച്ച് എടുത്ത് പറയുമ്പോഴും ഇന്നിപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 3 ഇടങ്ങളിലായിട്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യത്തെ പരിപാടി രാവിലെ 10 മണിക്ക് വർക്കലയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നീടുള്ള 2 പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് 4:30-ക്ക് കാട്ടാക്കടയിലും തുടർന്ന് 6 മണിക്ക് കന്യാകുളങ്ങരയിലും. ഈ 3 ഇടങ്ങളിലെ പൊതുയോഗത്തോടു കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പൊതുയോഗം അവസാനിക്കുക. ഏതായാലും ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ ഇടതുപക്ഷത്തോട് കൂടുതലായി ചായ്വ് പ്രകടിപ്പിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി വി ജോയും ഉള്ളത്. അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ചും ഈ മണ്ഡലം എന്ന് പറയുന്നത് എന്നും ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് കഴിഞ്ഞ തവണ UDF നേടിയെങ്കിൽ പോലും അത് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നതും. ഒപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ MP-യുടെ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായിരുന്നില്ല. ഇതെല്ലാം ഉയർത്തിക്കാട്ടി ഏത് രീതിയിലാണ് ആറ്റിങ്ങൽ ഇനി മാറേണ്ടത് എന്നുള്ളൊരു കാര്യം അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയുന്നത്. ഏതായാലും നിലവിൽ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുമ്പോൾ ആറ്റിങ്ങലിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതും ഇത് തന്നെയാണ്. ആറ്റിങ്ങൽ ഈ തവണ ഇടതിനൊപ്പം തന്നെയായിരിക്കും എന്നൊരു വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇടത് ക്യാമ്പിനുമുള്ളത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഓരോ മേഖലയിലേക്ക് ചെല്ലുമ്പോഴും, കാരണം സ്ഥാനാർത്ഥി പര്യടനമൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചു. വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി LDF. തുടർന്ന് പ്രചരണ രംഗത്തും വലിയൊരു മേൽക്കൈ നേടാൻ LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പൊതുപര്യടനത്തിലേക്ക് എത്തുമ്പോൾ പൊതുപര്യടനവുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയിലേക്ക് എത്തുമ്പോഴും വലിയ സ്വീകാര്യത, അതിപ്പോൾ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ പ്രായമായവരെന്നോ അങ്ങനെ ഒരു വ്യത്യാസം എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലായിടത്തും വലിയൊരു സ്വീകാര്യത സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മണ്ഡലത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യവും. ഏതായാലും പ്രചരണം ആ രീതിയിൽ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കൂടി മണ്ഡലത്തിൽ ഉള്ള സാഹചര്യത്തിൽ ആവേശത്തിന് ഇരട്ടി ചൂടാണ്. ഇപ്പോഴുള്ള കാലാവസ്ഥയിലെ ചൂടിനെ അതിജീവിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂട് അത് വലിയ രീതിയിൽ കൂടി നിൽക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നത്തേത് എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഷീജ, മുഖ്യമന്ത്രിയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളും നമ്മൾ കണ്ടതാണ്. നോമ്പുകാലമാണ്, ചൂടുകാലമാണ്, കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും നിറഞ്ഞ ആളുകൾ, തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു മുഖ്യമന്ത്രി എല്ലാവരോടും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഏതൊക്കെ സ്ഥലത്താണ് ഇന്ന് ആറ്റിങ്ങലിൽ പൊതുയോഗം നടക്കാനിരിക്കുന്നത്? തീർച്ചയായും വിനിഷ, ഏതായാലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഓരോ പൊതുയോഗങ്ങളിലും വമ്പിച്ച ഒരു പങ്കാളിത്തം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് നമ്മൾ ഇപ്പോഴെന്നല്ല, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് എന്നുള്ളത് പറയാം. പക്ഷേ നമ്മൾ നവകേരള സദസ്സിലടക്കം കണ്ടതാണ് ഏത് രീതിയിലാണ് മുഖ്യമന്ത്രിക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഉള്ള ഒരു സ്വീകാര്യത എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടി അനുഭാവികളോ പാർട്ടി പ്രവർത്തകരോ മാത്രം അല്ല, അതിൽ കൂടുതൽ മുഖ്യമന്ത്രി എത്തുന്നു എന്ന് അറിഞ്ഞു വരുന്നവർ കൂടി ഈ ഒരു കൂട്ടത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി വരുന്നത് പ്രമാണിച്ച് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഈ പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 3 ഇടങ്ങളിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യത്തെ പരിപാടി വർക്കലയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. വർക്കലയിൽ രാവിലെ 10 മണിക്കായിരിക്കും ഈ പൊതുയോഗം നടക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. കാരണം രാവിലത്തെ ചൂടൊക്കെ നമുക്കറിയാം. അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് മാത്രമാണ് ഈ ഒരു പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 4:30 കാട്ടാക്കടയിലാണ് അടുത്ത പരിപാടി നടക്കുക. അതിനുശേഷം ഇന്നത്തെ സമാപന പരിപാടി, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 3ാമത്തെയും സമാപന പൊതുയോഗവും നടക്കുക കന്യാകുളങ്ങരയിലാണ്. വെമ്പായത്തിന് സമീപം കന്യാകുളങ്ങരയിലാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ മുന്നണികൾ, പ്രത്യേകിച്ചും LDFന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നതാണ്. ആ പ്രചരണ പരിപാടികൾ ഒരു ഭാഗത്ത് നടക്കുക. അതിനൊപ്പം തന്നെ ഈ 3 ഇടങ്ങളിലെയും കാര്യങ്ങളിലും കൃത്യമായ രീതിയിൽ ക്രമീകരണങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ശരി, ഷീജയാണ് വിശദാംശങ്ങളൊക്കെ നൽകി വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെത്തുകയാണ്. LDF സ്ഥാനാർത്ഥി VJയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി 3 പൊതുയോഗങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് സംസാരിക്കും.